ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഏതോ ഫീമെയിൽ എനർജിയുടെ ഇൻഫ്ലുവൻസിൽ കൂടുതൽ സമയം ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫാമിലി നിങ്ങളുടെ പേഴ്സൻ്റെ ഇഷ്ടത്തിനെതിരാണ് എങ്കിൽ ഫാമിലിയോട് ഇന്നത്തെ ദിവസം കൂടുതൽ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫാമിലി കാരണം സഫറിങ് അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഫാമിലിക്കാരന് ഇവരുടെ മൂഡ് മോശമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമോഷണൽ ഡ്രാമ ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലി കാരണം. അപ്പോൾ ഇവർ ഭയങ്കരമായി ഡിസ്റ്റർബായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്നേഴ്സിന് ഇന്നത്തെ ദിവസം വളരെ ഹെവി എനർജി ആയിരിക്കും ഫീൽ ആവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഇന്നത്തെ ദിവസം ആ ഒരു മാരീഡ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ സംസാരം അവർക്ക് ഇഷ്ടമില്ലാതെ വരിക, അല്ലെങ്കിൽ അവരുടെ സംസാരം ഇവർക്ക് ഇഷ്ടമില്ലാതെ വരിക, അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കിടുക, അങ്ങനെ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ അൺമാരീഡ് ആണ് എങ്കിൽ ഫാമിലിയുടെ എന്തെങ്കിലും ഒരു സംസാരം ഇവർക്ക് ഹേർട്ട് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഫാമിലിയുടെ കൂടെ ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നതായിട്ട്. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും കാർമിക് സൈക്കിളിൽ നിന്ന് മൂവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഈ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ ഇരിക്കാൻ. അതുകൊണ്ട് ആ ഒരു കാർമിക് സിറ്റുവേഷനിൽ മൂവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇത്രയും കാലം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പിനെ സഹിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ശരിയായ ടൈമാണ് എന്ന് ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട്, കാർമിക് റിലേഷൻഷിപ്പോ കാർമിക് സിറ്റുവേഷൻസോ കാർമിക് സൈക്കിളോ അത് റിലീസാക്കാനോ അതിൽ നിന്ന് മൂവ് ചെയ്യാനോ ഉള്ള ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സഡനായിട്ട് ഇവർ എന്തെങ്കിലും മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർക്ക് സഡനായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുന്നതായിട്ട്, ഇല്ലെങ്കിൽ ഒരു ഹായ് നിങ്ങൾക്ക് അയച്ചതായിട്ട്, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് കോണ്ടാക്റ്റിലുള്ളവർക്ക് കുറച്ച് ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മെസ്സേജിലൂടെയോ കോളിലൂടെയോ കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഹസ്ബൻഡിന് വേണ്ടിയോ വൈഫിന് വേണ്ടിയാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഹെവി എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആവശ്യമില്ലാതെ ഒരു കാര്യത്തിന് അവരോട് വഴക്കിടാനോ ഒന്നിനും പോകരുത്. കുറച്ച് ഹെവി എനർജി ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ മൂഡ് വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാൻ പോകരുത് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.